തീർച്ചയായും ഷിജ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും UDF-നും കോൺഗ്രസിനും വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. അതിൽ പ്രധാനപ്പെട്ടതായി ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഒരു വനിതാ നേതാവ് രാഹുലിനെതിരെ രംഗത്ത് വരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഇനിയും തന്റെ തൂലിക ചലിപ്പിക്കുമെന്നൊക്കെയായിരുന്നു ഷഹനാസ് പറഞ്ഞു വെച്ചത്. അങ്ങനെ നോക്കുമ്പോൾ നേതൃത്വത്തിനും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവത്തിലുള്ള വൈകൃതം അറിയാം. അതൊക്കെ മറച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നതും പിന്നീട് പാലക്കാടിന്റെ MLA ആകുന്നതും. ഷീജ, തീർച്ചയായും അത് തന്നെയാണ് ശ്രീനിധി ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചത്. കാരണം ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതം രാഹുലിൻ്റേത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് രാഹുലിന് പൊടുന്നനെയുള്ളൊരു വലിയ വളർച്ച പാർട്ടിക്കകത്ത് ഉണ്ടാക്കി കൊടുത്തത്. അതിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകട്ടെ, അല്ലെങ്കിൽ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള തീരുമാനവും അവിടെ ജനപ്രതിനിധിയായതും ഒക്കെ ആകട്ടെ, അതിൽ എല്ലാ കേന്ദ്രങ്ങളും പ്രത്യേകിച്ചും വലിയ തോതിലുള്ള വിയോജിപ്പുകൾ രാഹുലിൻ്റെ വിഷയത്തിൽ പല നേതാക്കളും പ്രകടിപ്പിച്ചപ്പോഴും മുതിർന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് കണ്ടത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അവർ തന്നെയാണ് രാഹുലിനെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നതും സംരക്ഷണം ഒരുക്കിയതും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതികൾ കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് ഇതിൽ രാഹുലിനെ സംരക്ഷിച്ച് രാഹുലിനെ വളർത്തുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പരാതികൾ അതിപ്പോൾ യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കളാകട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കളാകട്ടെ, അവരൊക്കെ ഈ വിഷയത്തിൽ പലർ ആണ്, ഒരാളല്ല പരാതി പറഞ്ഞിട്ടുള്ളത്. നിരവധി പേർ പരാതി നേതൃത്വത്തിനെ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ നേതൃത്വം മുന്നോട്ട് പോയത് അവരുടെ മുന്നിലുണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ രാഹുൽ കോൺഗ്രസിനുള്ളിൽ വളർന്നതും ഷാഫിക്കൊപ്പം ചേർന്നുകൊണ്ടൊരു പ്രത്യേക ഗ്യാങ് ആയി രൂപപ്പെട്ടു വന്നതും എന്നെല്ലാം പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പരസ്യമായി ചിലർ പരാതിയുമായി രംഗത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ കൂടുതൽ പരാതികൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പോലും എത്തുന്നത് എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറെ നിർണായകമാകുന്നത്. ശ്രീനിധി, തീർച്ചയായും ഷീജ, ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം തന്നെയാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും കോടതിയിൽ വാദം തുടരുകയാണ്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും ആവശ്യാനുസരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അടച്ചിട്ട കോടതിയിൽ മുറിയിലാണ് വാദം കേട്ടത്. ഇന്നും സമാന സാഹചര്യം തന്നെയായിരിക്കും. അപ്പോൾ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എന്തായാലും ഇന്നത്തെ ദിവസം തികച്ചും നിർണായകം തന്നെയായിരിക്കും. ഷിജ, ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം 7ാം ദിവസം കഴിയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും കോടതിയിൽ വാദം തുടരും. നമുക്കറിയാം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെ ഒക്കെ ആവശ്യാനുസരണം അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു ഇരട്ട പ്രഹരം എന്ന നിലയിൽ ഇന്നിതാ 2ാമത്തെ കേസിലും FIR ചേർക്കുന്നത്. തീർച്ചയായും ശ്രീനിധി, ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കേസ് രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസത്തെ സമാനമായ രീതിയിൽ തന്നെ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് അടച്ചിട്ട കോടതി മുറിയിൽ തന്നെയായിരിക്കും സ്വാഭാവികമായും ഇന്നും വാദം കേൾക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ശക്തമായ രീതിയിൽ തന്നെ ഈ കേസിൽ ഈ ഹർജിയിൽ പ്രതിഭാഗത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായ രീതിയിൽ തന്നെ എതിർത്തിരുന്നു. സ്വാഭാവികമായും ഇന്നും അതിന് സമാനമായ രീതിയിലുള്ളൊരു കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്നും കോടതിക്കുള്ളിൽ സംഭവിക്കുക. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ ഏറെ നിർണായകമാകുന്നത് ഇതിലെ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിശോധിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റ് ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി കോടതിക്ക് മുന്നിൽ എത്തിക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി ഉണ്ടാവുക. ഒരുപക്ഷെ അത് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണ്. ഇന്നിപ്പോൾ 8ാമത്തെ ദിവസമാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നത്. ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിക്കാണ് ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അഭയം തേടി ഒളിച്ചു താമസിക്കേണ്ടി വരുന്നത്. അതും പോലീസ് രാഹുലിന് പിന്നാലെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും മറ്റു പല കേന്ദ്രങ്ങളിലേക്കായി രാഹുൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഏതായാലും പോലീസും ഈ തെരച്ചിൽ ഊർജിതമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ രാഹുലിലേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ശ്രീനിധി.